Hello, welcome back to my channel. So please subscribe first and like. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഠിത്തത്തിൻ്റെ ഇടയിൽ ഉള്ള ചെറിയൊരു കുക്കിംഗ് ആണ്. ഞാനല്ല സത്യം പറഞ്ഞത് കുക്ക് ചെയ്യുന്നത്, മറിയം ആണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ പാസ്ത ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുമോ, എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേ, എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. എന്തായാലും എഡിറ്റ് ചെയ്യാനൊന്നും അത്ര പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാസ്ത മേക്കിക്കാണിത്. അതിൻ്റെ ഇടയിൽ ഓളുമ്മ ഉണ്ടാക്കുന്ന ഇറച്ചിയടയൊക്കെ കാണിക്കുന്നുണ്ടേ. ഈ കണ്ണൂർ കോഴിക്കോടൊക്കെയാണ് ഈ പലഹാരങ്ങൾ, ഈ ചായ പലഹാരങ്ങൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. ഈ ഉന്നക്കായ, കായ്പോള, ഇതെല്ലാം ഐ തിങ്ക് ഈ ട്രിവാൻഡ്രം ആ ഒരു സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കല്ലുമ്മക്കായ, ഇതെല്ലാം കണ്ണൂർ ഈ ഭാഗത്തൊക്കെ വേറെ തന്നെ ഒരു രീതിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ പറഞ്ഞ് ഞാൻ എവിടെയല്ലോ എത്തിയിട്ടുണ്ട്. അപ്പോൾ പാസ്ത ഉണ്ടാക്കാനുള്ള മാക്രോണി വേവിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ നാളെയാണ് 28. അപ്പോൾ നാളെ എക്സാം ഉണ്ട്. അപ്പോൾ എല്ലാ ബ്രില്യൻറ്റീസും പോയിട്ട് നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. എനിക്കും കൂടി ഞാൻ ഒരു ഓൾ ദ ബെസ്റ്റ് പറയാണ്. വെറുതെ ഇങ്ങനെ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് മാത്രം ഇരുന്നാൽ പോരല്ലോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടണ്ടേ. കുറേ പെൻഡിങ്ങുകൾ തീർക്കാനുള്ളത് കൊണ്ട് തന്നെ റിവിഷൻ, സത്യം പറഞ്ഞാൽ ഈ യൂണിറ്റ് 2 റിവിഷൻ ചെയ്യാനേ പറ്റിയിട്ടില്ല. എപ്പോഴോ പഠിച്ചത് ചെറിയൊരു ഓർമ്മയിലുണ്ട്, അത് വെച്ചിട്ട് എക്സാം എഴുതണം. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും, ഞാൻ കൂടുതലായിട്ട് കേൾക്കാറുള്ള അതേപോലെ തന്നെ കാണാറുള്ള, മിനിഞ്ഞാന്നും കൂടെ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, സ്വന്തം എന്തെങ്കിലും അതായത് പെൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുക. ആണെങ്കിൽ എനിക്ക് അത്ര ഉണ്ട്, എനിക്ക് ഇത്ര ഉണ്ട്, ഓ നിനക്ക് അത്ര മാർക്കുണ്ടോ, നിനക്ക് ഇത്ര മാർക്കുണ്ടോ, ആണോടി അങ്ങനെയടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷൻ വരും. എന്തിനങ്ങനെയൊക്കെ ചെയ്യുന്നത്? എക്സാമുകൾ പോകുന്നത് അവിടെ ഫ്രണ്ട്സിനുണ്ടാക്കാനും കമ്പനി അടിക്കാനൊന്നും അല്ലല്ലോ. ഒരു മൂലയ്ക്ക് ഇരിക്കുക, നിങ്ങളുടെ കാര്യം നോക്കി റിവിഷൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചൊന്ന് ബ്രീത്തിങ് എക്സസൈസോ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവിടെ ഒന്ന് മനസ്സമാധാനത്തോടെ ഇരിക്കുക. അല്ലാണ്ട് വെറുതെ അവിടെ പോയിട്ട് കൊതിയും നുണയും. പിന്നെ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, ഞാൻ കുറേ കുട്ടികളങ്ങനെ കാണാറുണ്ട്. ഭയങ്കരമായിട്ട് ഇപ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പോലും ഡിസ്റ്റർബ് ആക്കുന്ന രീതിയിൽ എക്സാമുകൾ സംസാരിക്കുക. അത് എനിക്കൊന്നും പറയാനില്ല, എല്ലാവരും ഡിഫറെൻ്റ് അല്ലേ. അപ്പം അങ്ങനെ ആരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക, സ്വയം കമ്പയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ മാർക്ക് ഇപ്പോൾ എന്താണോ അത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പെൻഡിങ് ഉണ്ടെങ്കിൽ തീർക്കുക. ഞാനും തീർത്തുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർ കാര്യമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, സം ഓഫ് ദം. അപ്പോൾ ഓക്കെ, കൊണയടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും പാസ്ത റെഡിയായി. അങ്ങനെ കുറച്ച് പാസ്തയൊക്കെ കഴിച്ച് വീണ്ടും ക്ലാസ് കാണാൻ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, വലിയ കണ്ടൻറ്റൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. സോ 1K ലോഡിംഗ് ആണ്. സോ താങ്ക് യു.